നമ്മുടെ മലബാറിൻ്റെ ഊട്ടിയിലാണുള്ളത് കേട്ടോ. കക്കാടംപോയിലെ ഏറ്റവും പുതിയ ഫാമിലി റിസോർട്ടിലാണുള്ളത് മൂൺ ബേ ഫാമിലി റിസോർട്ട്. മൺസൂണൊക്കെയാണ് അല്ലേ? എങ്ങോട്ടൊക്കെയാണ് നിങ്ങൾ ട്രിപ്പൊക്കെ പോയത്? കക്കാടംപോയിൽ ഈ മൺസൂണിനായിട്ട് എത്ര പേര് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു? എന്നാലേ നമ്മുടെ മൺസൂണിൽ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ള മലബാറിലെ ആളുകൾക്ക് പറ്റിയിട്ടുള്ള അടിപൊളി റിസോർട്ടാണ് മൂൺ ബേ ഫാമിലി റിസോർട്ട്. രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ റിസോർട്ടിൽ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മുടെ മൂൺ ബേ റിസോർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഓണം വെക്കേഷനൊക്കെ വരികയാണല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും എങ്ങോട്ടാണ് ഇത്തവണ ഓണക്കായിട്ട് ട്രാവലൊക്കെ ചെയ്യുന്നത്? അപ്പോൾ നമുക്കിന്ന് മൂൺ ബേയിലെ അടിപൊളി കാഴ്ചകൾ കാണാം ഈ ഒരു പുതിയ വ്ളോഗിലൂടെ. നോക്കിയേ, നല്ല കോടയുണ്ട് അവിടെ. നമുക്ക് ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ആ കോടമഞ്ഞൊക്കെ ആസ്വദിക്കാം കേട്ടോ. ഇതാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന മൂൺ ബേയിലെ ഞങ്ങളുടെ പ്രീമിയം വില്ല കേട്ടോ. പിന്നെ നല്ല മൗണ്ടൈൻ വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഇൻഡിവിജ്വൽ വില്ലയാണ്. ഫാമിലിക്കും കപ്പിൾസിനും നല്ല പ്രൈവസി ആയിരിക്കും ഇവിടെ. കണ്ടില്ലേ, ഓരോ വില്ലകളും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലി കപ്പിൾസിന് വെൽ പ്രൈവസിയിലാണ് ഇവിടുത്തെ വില്ലകളൊക്കെ ഇവർ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. നേരെ റൂമിലേക്ക് പോകാമല്ലേ? ബാ. അപ്പോൾ നമ്മുടെ ചെക്ക് ഇൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് റൂമിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുക കേട്ടോ. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന മൂൺ ബേയിലെ പ്രീമിയം കാറ്റഗറി വില്ല. നമ്മൾ ഈ കേർട്ടനൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വ്യൂ നോക്കിയേ, കോട എങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടെ ഒരു സിറ്റിംഗ് ഉണ്ട്, രണ്ട് സൈഡിലും നമുക്ക് ഇരിക്കാനൊരു സിറ്റിംഗ് ഉണ്ട്. പിന്നെ ഒരു ക്യൂൻ സൈസ് ബെഡ് ഉണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്, AC റൂമാണ്. പിന്നെ നമുക്ക് ലോക്കർ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് മാത്രമല്ല, നമ്മളിനി പുറത്തേക്ക് വന്നതിനാൽ ഇവിടെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. കണ്ടോ, ഇവിടെ ഇത്രയും സ്പേസിൽ ഒരു അടിപൊളി ലിവിങ് സ്പേസ് ഉണ്ട്. പിന്നെ സ്ക്രീനിലാണെങ്കിൽ നമുക്ക് TV ഉണ്ട്. വാഷ് സ്പേസ് മാത്രമല്ല, ഒരു മിനി ബാർ ഉണ്ട്. പിന്നെ ടീ കോഫി മേക്കർ, ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ തരുന്നുണ്ട്. പ്രൈവറ്റ് ബാൽക്കണി കണ്ടോ, ഇവിടെ നമുക്ക് നല്ല പ്രൈവസി ഉണ്ടാവും. ഇതൊരു പ്രൈവറ്റ് ബാൽക്കണിയാണ്. നമുക്ക് നല്ല മൗണ്ടൈൻ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഓരോ വില്ലകൾക്കും ഇതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ബാൽക്കണി കാര്യങ്ങളൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ മഴക്കാലത്താണ് കക്കാടംപോയിൽ കൂടുതൽ കാണാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. നമുക്ക് ഈ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് നോക്കിയേ, നല്ല അടിപൊളി മൗണ്ടൈൻ വ്യൂ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ലാർജസ്റ്റ് ഇൻഫിനിറ്റി പൂളാണ് മൂൺ ബേയിലെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ റൂമിൻ്റെ കാര്യങ്ങൾ. ഇത് കൂടാണ്ട് തന്നെ ഇവിടെ നമുക്കൊരു 16ഓളം പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോർമെട്രി സൗകര്യവും അവൈലബിൾ ആണ് കേട്ടോ. പ്രൈവറ്റ് ബാൽക്കണിയിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 6 പ്രീമിയം വില്ലകളും, ഇനിയിപ്പോൾ നിങ്ങളൊരു ഹണിമൂൺ കപ്പിൾസ് ആണെങ്കിൽ ഹണിമൂണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ബാത്ത് ടബോട് കൂടിയിട്ടുള്ള പ്രീമിയം ഹണിമൂൺ വില്ലയും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഗ്രൂപ്പായിട്ട് നമ്മുടെ മലബാറിൻ്റെ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 16 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഡോർമെട്രി ഉണ്ട്. അതും AC ഡോർമെട്രി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 1200 രൂപ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ 16 പേര് ഒരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ 2 ഡോർമെട്രി എടുത്തതിന് നിങ്ങൾക്ക് ആ ഡോർമെട്രിയിൽ ഗ്രൂപ്പായിട്ട് എല്ലാവർക്കും ഒരേ സ്പേസിൽ സ്റ്റേ ചെയ്ത് നമ്മുടെ കക്കാടംപോയിലിൻ്റെ, അതായത് നമ്മുടെ മലബാറിൻ്റെ ഊട്ടി കക്കാടംപോയിലെ ഈ റിസോർട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ റൂമൊക്കെ ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? പ്രൈവറ്റ് ബാൽക്കണി കൂടാണ്ട് ലിവിങ് ഏരിയ, അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. ഇനി നമുക്ക് ഇവിടുത്തെ കുട്ടികളുടെ പാർക്കുണ്ട്, DJ ഹാളുണ്ട്, പിന്നെ ലാർജസ്റ്റ് ഒരു ഇൻഫിനിറ്റി പൂള് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ബെഡ്റൂമിനകത്ത് ഇതുപോലെ ലിവിങ് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് വരുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ എക്സ്ട്രാ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലിവിങ്ങിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലിവിങ്ങിൽ നിന്ന് ഡയറക്റ്റ് ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട് കേട്ടോ. ബാൽക്കണി വ്യൂ ഭയങ്കര അടിപൊളിയാണ്. ഈവനിങ്ങിലൊക്കെ നമുക്കിങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വന്ന് ഫ്രീ ആയിട്ടിരിക്കുക. അടിപൊളിയാണ്. 2 ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, നല്ല സ്പേസും ഉണ്ട്. ഈ പ്രീമിയം വില്ല എല്ലാ വില്ലകളും ഓൾമോസ്റ്റ് സെയിം വ്യൂ തന്നെയാണ്. ഇതേപോലത്തെ ഫെസിലിറ്റീസാണ് ഇവിടുത്തെ 6 പ്രീമിയം വില്ലകൾക്കും വരുന്നത് കേട്ടോ. ഹണിമൂൺ വില്ല വരുന്നുണ്ട്. ഹണിമൂൺ വില്ലയിൽ ജാക്കുസി മോഡലിലെ ബാത്ത് ടബ് വരുന്നുണ്ട്. അപ്പോൾ ഹണിമൂൺ കപ്പിൾസിനാണ് അത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. പ്രീമിയം വില്ല ഫാമിലിക്കാണ്. ഫാമിലി കപ്പിൾസിനും ഈ പ്രീമിയം വില്ലൊക്കെ എടുക്കാം. നല്ല അടിപൊളി റൂംസാണ്. ബെഡ്റൂമൊക്കെ ഭയങ്കര രസമായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാസ് ആംബിയൻസ് ആണ്. ഈ കർട്ടനും ആ ഗ്ലാസ് വ്യൂലൊക്കെ നമുക്ക് മൗണ്ടൈൻ വ്യൂ ആസ്വദിക്കാം. അതിരാവിലെ ആണെങ്കിൽ നിങ്ങൾ എണീറ്റ് നോക്കിക്കോ, മിക്ക ദിവസങ്ങളിലും നല്ല കോട കിട്ടും. ഇപ്പം മഴക്കാലത്ത് ഇങ്ങനെ ആ ഒരു മേഘാവൃതമായി നിൽക്കുന്ന കാഴ്ചയും ചെറിയ ചാറ്റൽ മഴയും പിന്നെ കുറച്ച് കോടയുണ്ടെങ്കിൽ വേറെ ഒരു സീനാണ്, വൈബാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കക്കാടംപോയിൽ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. മഴക്കാലത്ത് നിങ്ങൾ കക്കാടംപോയിലേക്ക് യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ
എന്തായാലും നിങ്ങൾ ഈ ഒരു മൺസൂണിൽ നമ്മുടെ മലബാറിൻ്റെ ഊട്ടിയിലേക്ക് ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുപോലുള്ള അടിപൊളി റിസോർട്ടുകളൊക്കെ ചൂസ് ചെയ്തിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു അടിപൊളി വ്യൂ, ഇതാണ് ഇവിടുത്തെ പ്രീമിയം വില്ലയുടെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ നിങ്ങളെങ്ങനെ ഹണിമൂൺ കപ്പിൾസ് ആണെങ്കിൽ ബാത്ത് ടബോട് കൂടിയിട്ടുള്ള ഹണിമൂൺ കപ്പിൾസിന് പറ്റിയിട്ടുള്ള പ്രീമിയം ഹണിമൂൺ വില്ലയും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നിങ്ങളൊരു 16 പേരടങ്ങിയിട്ടുള്ള ചെറിയ ഫാമിലി ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ മുൻപേ നിങ്ങൾക്കായിട്ട് ഇവിടെ ഡോർമെട്രി സൗകര്യവും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 16 പേര് 18 പേര് വരെയൊക്കെയുള്ള ഗ്രൂപ്പാണെങ്കിൽ ഇവിടുത്തെ ഡോർമെട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സ്പേസിൽ താമസിക്കാനുള്ളൊരു സൗകര്യം കൂടെ മുൻപേ റിസോർട്ട് ഒരുക്കുന്നുണ്ട്. DJ ഹാള്, ചിൽഡ്രൻസ് പാർക്ക്, ക്യാമ്പ് ഫയർ, ബാർബിക്യൂ ഫെസിലിറ്റി എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓണം വെക്കേഷനൊക്കെ അങ്ങ് അടുക്കുകയാണല്ലേ. ഈ ഒരു ഓണം വെക്കേഷൻ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കക്കാടംപൊയിൽ മലബാറിൻ്റെ ഊട്ടിയിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ റിസർവേഷനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ താഴത്തായിട്ട് കുട്ടികൾക്കുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ഉണ്ട്, DJ ഹാളുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, ഔട്ട്ഡോർ ഇൻഡോർ ഗെയിംസ് വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പൂളാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. നമ്മൾ പൂളിലേക്ക് പോയിട്ടില്ല, നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇവിടുത്തെ പൂളും ശരിക്കുള്ള ആ വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇൻഡോർ ഗെയിംസും കിഡ്സ് പ്ലേ ഏരിയയും കൂടാണ്ട് തന്നെ ഇത് കണ്ടില്ലേ, ഒരു ബാഡ്മിൻ്റൺ കോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ DJ ഹാള് വരുന്നുണ്ട്, ഓപ്പൺ ഡൈനിങ് ഉണ്ട്, ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വെതറും ഒക്കെ ഓക്കെ ആണെങ്കിൽ, മഴ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ രാത്രിയിൽ ക്യാമ്പ് ഫയർ, മ്യൂസിക് എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. രാത്രിയിൽ ക്യാമ്പ് ഫയർ, മ്യൂസിക്സ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. നമ്മളെല്ലാവരും റിസോർട്ടുകൾ ചൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കൂലേ. അപ്പോൾ നിങ്ങളിവിടെ പേടിക്കേണ്ട കേട്ടോ, ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ചിൽഡ്രൻസിൻ്റെ ഏരിയ ഉണ്ട്, DJ ഹാളുണ്ട്. ഇനിയിപ്പോൾ മഴയില്ലെങ്കിൽ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ രാത്രിയിൽ ക്യാമ്പ് ഫയർ, സ്പീക്കർ, മ്യൂസിക്കൊക്കെ ഇവർ തരും. പക്ഷേ 10 മണിക്ക് ശേഷം ഓവറായിട്ടുള്ള സൗണ്ടും മ്യൂസിക്കും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയാനുള്ളത്, ഈ റിസോർട്ട് ഫാമിലി കപ്പിൾസിന് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ബാച്ചിലേഴ്സിന് ഈ റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഫാമിലി കപ്പിൾസ് അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകൾക്കാണ് കക്കാടംപൊയിലെ മലബാറിൻ്റെ ഊട്ടിയിലെ മൂൺബേ റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. രാത്രിയിൽ എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് അടക്കമുള്ള ഒരു വലിയ DJ ഹാളും ഇതേ മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കിഡ്സ് പാർക്ക് കാണിച്ചു തരാം, നമുക്ക് അങ്ങോട്ട് പോവാം. ബാ, ഇവിടെ ഒരു ചെറിയ, വലിയെന്ന് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിലുള്ള ഒരു ഗെയിംസ് സെക്ഷനാണ്. അതിൽ ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള ബാറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാരംസ് ഉണ്ട്, പാമ്പും കോണി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ റൂമിലിരുന്ന് നിങ്ങൾ ബോറടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഗെയിം സെക്ഷനായിട്ട് ഏറ്റെടുക്കാവുന്നതാണ് കേട്ടോ. അതും നല്ല ഫാനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സെപ്പറേറ്റ് കോമ്പൗണ്ടിനകത്തായതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അല്പനേരെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്പേസ് അത്രമാത്രം കണ്ടാൽ മതി. നമ്മൾ മിക്ക റിസോർട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ നിസ്കാരമൊന്നും മുടക്കണ്ട കേട്ടോ, നിസ്കരിച്ചുകൊണ്ട് കേട്ടോ. നിസ്കാരമൊക്കെ നമുക്ക് ലാസ്റ്റിലേക്ക് കിട്ടുള്ളൂ. റിസോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് പോയാലും നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ലേഡീസിനും ജെൻസിനും നിസ്കരിക്കാനുള്ള ഒരു പ്രയർ ഹാൾ മാഷാ അല്ലാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കാര്യം അല്ലേ, വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രയർ റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒളു എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഈ ഇത്രയും വലിയൊരു ലാർജസ്റ്റ് പൂളിലൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും മാക്സിമം ഈ ഹെയർ ക്യാപ്പൊക്കെ യൂസ് ചെയ്യുക, ഹെയർ ക്യാപ്പ് കൊണ്ടുവരിക. അല്ലെങ്കിൽ നമ്മൾ സ്വിമ്മിങ് ഡ്രസ്സ്, നൈലോണിൻ്റെ ക്ലോത്തൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടുത്തെ പൂള് ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഇത് റിസപ്ഷനാണ്. ഇവിടുന്ന് ഡയറക്റ്റ് ഇതേപോലെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഗേറ്റ് മോർണിംഗ് 7 മണിക്ക് തുറക്കുള്ളൂ, രാത്രി 9:30 മണിക്ക് പൂള് ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു കേട്ടൺ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പൂളിനകത്തോട്ട് അങ്ങ് ചെല്ലും. അങ്ങോട്ട് കയറി ചെല്ലുന്ന ആ ഒരു വ്യൂ ഉണ്ട് കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്.
ആ മൗണ്ടെയിൻ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് പൂളിൽ അടിച്ച് തിമിർക്കാം. ഇത്രയും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു പൂളാണ്. അതിൽ ചിൽഡ്രൻസിനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. ഏറ്റവും ഹൈറ്റിലായതുകൊണ്ട് ഇങ്ങനെ പൂളിൽ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് പൂളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ ഒരു മലയുടെ മണ്ടയിൽ കയറി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. അടിപൊളിയാണ്. നോക്കി ഇതിലൊരു ഫുള്ളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്, ഫാമിലി ഗ്രൂപ്പാണ്. അവർ പിള്ളേരൊക്കെ അടിച്ച് പൊളിക്കുകയാണ് പൂളിൽ. അപ്പോൾ അതൊരു മോർണിംഗിലെ ഒരു ക്ലൈമറ്റാണ് ഈ കാണുന്നത്. നല്ല പച്ചപ്പും അതിന് മുകളിൽ കോട ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു, ഇന്നിപ്പം മഴ കുറഞ്ഞു ഞങ്ങൾ പോകാൻ നേരത്ത്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8:30 ആകുമ്പോഴത്തേക്കും ബൊഫേ ആണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിരയായിട്ട് ഇങ്ങനെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, എഗ്ഗ് ഉണ്ട്, ബനാന, നൂൽപുട്ട്, പുട്ട്, ദോശ, വെള്ളയപ്പം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടീ, കോഫിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തു വയ്ക്കാം. ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബൊഫേ മോഡലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മെനു ഉണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സും എഗ്ഗും കാര്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എടുക്കുന്ന ഓരോ പാക്കേജിലും കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഡോർമെറ്ററി എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡിംഗ് ആണ്. കക്കാടംപൊയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫിനിറ്റി പൂളിലാണ് ഞാനിതേ നിൽക്കുന്നത്. എൻ്റെ പുറകിൽ നിങ്ങൾ കണ്ടില്ലേ ഗായ്സ്, നല്ല കോടയുണ്ട്. ആ ഒരു മലയെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കോട ഇങ്ങനെ പോകുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച അല്ലേ. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ മലബാറിൻ്റെ ഊട്ടിയിലേക്ക് തന്നെ വരണം കേട്ടോ. നമുക്ക് അധിക ദൂരം ഒന്ന് ട്രാവൽ ചെയ്യാണ്ട് മലബാറുകാർക്ക് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനും കൂടിയാണ് ഈ ഒരു കക്കാടംപൊയിൽ. പൂളത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അത് പൂളിലൊക്കെ കണ്ട് ഇറങ്ങി അർമാദിച്ച് നീരാടി കയറിയിരിക്കുകയാണ് ഞാനല്ല, എൻ്റെ കൂടെയുള്ള 2 ആൾക്കാർ കേട്ടോ. പിന്നെ ഇതേ കാണില്ല, അവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. ഈ സമയത്തൊരു ചായയൊക്കെ കിട്ടിയിരുന്നെങ്കിലല്ലേ, ചായ കുടിച്ചുകൊണ്ട് പൂളിലൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നിങ്ങനെ രസമാണ്. മ്യൂസിക്കൊക്കെ വെച്ച് ഈ പൂളിലൊക്കെ എൻജോയ് ചെയ്യുന്ന വെച്ചാൽ അടിപൊളിയാണ്. ഇപ്പം നിങ്ങളൊരു വലിയ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ തന്നെ ഈ പൂളിൻ്റെ അത്രയും ലെങ്ത്ത് ഉണ്ട്, നിങ്ങൾ ഇത്രയും സ്പേസ് ഉള്ളൊരു പൂള് ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിക്കണ. അപ്പോൾ നിങ്ങൾ വലിയ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ പോലും ഇവിടുത്തെ പൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. പിന്നെ നല്ല സർവീസാണ് ഇവരുടെ, നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു കോംപ്ലിമെൻ്ററി തരുന്നുണ്ട്. ഡിന്നറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഔട്ട്സൈഡിൽ നിന്നുള്ള ഹോട്ടലിൽ നിന്നാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഒരു റണ്ണിങ്ങിലാണ്, ആയി വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കക്കാടംപൊയിൽ കാണാനായിട്ട് നിയർ ബൈ ആയിട്ട് വളരെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കോഴിപ്പാറ വാട്ടർഫാൾസ് ഉണ്ട്, സ്കൈവേ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്, ഫോഗി മൗണ്ടെയിൻ അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്, കുരിശുമല ട്രെക്കിംഗ് ഉണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങൾ കുരിശുമലയിലേക്ക് കയറുകയാണെങ്കിൽ നല്ല സൺസെറ്റും സൺറൈസ് വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. ഒരുപാട് ബാച്ചിലേഴ്സൊക്കെ റിസോർട്ടിൻ്റെ പൂളൊക്കെ കണ്ടിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് റിസോർട്ടിലേക്ക് നിരന്തരമായിട്ട് കോളുകൾ വരുന്നുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ബാച്ചിലേഴ്സിനെ അലൗഡ് അല്ല. അപ്പോൾ നിങ്ങൾ സങ്കടപ്പെടേണ്ട, ബാച്ചിലേഴ്സിന് പറ്റിയിട്ടുള്ള അടിപൊളി റിസോർട്ടുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫാമിലി കപ്പിൾസിനാണ് ഈ റിസോർട്ട് കൊടുക്കുന്നത്. നിങ്ങൾ കപ്പിൾസോ റീസെൻ്റ്ലി മാരേജ് കഴിഞ്ഞിട്ടുള്ള ഹണിമൂൺ കപ്പിൾസിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഹണിമൂൺ കോട്ടേജൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങൾ കക്കാടംപൊയിൽ ഒരു ബാത്ത് ടബോട് കൂടിയിട്ടുള്ള ഒരു ഹണിമൂൺ കോട്ടേജൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മൂൺ ബേ നിങ്ങൾക്കൊരു ബെസ്റ്റ് ചോയ്സാണ്. ഇന്നലെ വന്നപാട് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷേ രാത്രിയിലൊക്കെ മഴ പെയ്തു. അതിനിടയിൽ ഞങ്ങൾ ടൗണിൽ ഫുഡ് കഴിക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് ഒന്ന് വഴിയൊക്കെ തെറ്റി അല്ലേ. ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ചതിച്ചു ഗായ്സ്. ഞങ്ങളങ്ങനെ ഏകദേശം നിലമ്പൂർ വരെ എത്തി. അങ്ങനെ നിലമ്പൂർ കാടൊക്കെ കണ്ട് തിരിച്ച് വീണ്ടും റിസോർട്ടിലെത്തി. നമ്മളിന്നലെ ഔട്ട്സൈഡ് പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഇവിടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡിന്നറൊക്കെ വേണമെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിയർ ബൈ റെസ്റ്റോറൻറ്റുകളിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. തിരിച്ച് കക്കാടംപൊയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ക്ലൈമറ്റ് ഇതൊക്കെ ഇതാണ് പറഞ്ഞ് എപ്പോഴാണ് എങ്ങനെ ഇവിടെ കോട ഇറങ്ങാമെന്ന് പറയാൻ പറ്റില്ല. ഒന്നും കാണാൻ പറ്റുന്നില്ല. റോഡൊക്കെ ഫുള്ള് ഇരുട്ട് മൂടിയിട്ട് കോട മൂടിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ കുറച്ചും കൂടെ സ്വല്പം കൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും കോടയൊക്കെ അങ്ങ് മാഞ്ഞു പോയി. ഇതാണ് നമ്മുടെ മലബാറിൻ്റെ ഊട്ടിയിലൊരു പ്രത്യേകത. അങ്ങനെ അരീക്കോട് എത്തി, അരീക്കോട് നേരെ മുക്കം, ദെൻ കോഴിക്കോട്. ഇതാണ് നമ്മളുടെ റൂട്ട്. അപ്പോൾ എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? മൂൺ ബേയിൽ സ്റ്റേ ചെയ്തിട്ടുള്ള ആളുകൾ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാൻ നമുക്ക് അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായിട്ട്.